റൂട്ട് ഓഫ് 1 + y ഡിവൈഡഡ് ബൈ 225 സമം 17 ഡിവൈഡഡ് ബൈ 15 എങ്കിൽ വൈയുടെ വില എത്ര? ഇതാണ് ചോദ്യം. മുൻവർഷ LDC ചോദ്യമാണ്. ഇത് നമ്മൾ എളുപ്പം ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട്. റൂട്ട് അഴിച്ച് അങ്ങനെയൊന്നും എടുത്ത് ചെയ്യണ്ട. ഇവിടെ അതേ വൈയുടെ ഡിവൈഡഡ് ബൈ 225 നോക്കിയേ, സമം 17/15 കണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യത്തിൽ വലത് കിടക്കുന്ന 15ൻ്റെ സ്ക്വയർ ആണോ ഈ സംഖ്യ എന്ന് നോക്കണം. അത്രയും മാത്രം നോക്കിയാൽ മതി. ആണ് 15ൻ്റെ സ്ക്വയർ ആണ് 225. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിൽ ആ സമത്തിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന വലുതിൻ്റെ സ്ക്വയർ മൈനസ് താഴെ കിടക്കുന്നവൻ്റെ സ്ക്വയർ, അതായത് 17 അംശത്തിൽ കിടക്കുന്നത്, 15 ഛേദം സമത്തിൻ്റെ അപ്പുറം, അതായത് വലതുവശം. ഈ വലതുവശം കിടക്കുന്ന, അതായത് ഡിനോമിനേറ്റർ ഛേദത്തിൽ കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ ആണോ ഇടതുവശം വൈയുടെ താഴെ കിടക്കുന്നത് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്താൽ മതി. അപ്പം 17ൻ്റെ സ്ക്വയർ എടുക്കുക, പിന്നെ 15ൻ്റെ സ്ക്വയർ, രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാണ് നമ്മുടെ ആൻസർ. 17ൻ്റെ സ്ക്വയർ 289, 15ൻ്റെ സ്ക്വയർ 225. 289 മൈനസ് 225 എന്ന് പറയുന്നത് 64. 64 നമ്മുടെ ആൻസർ. വൈയുടെ വാല്യൂ 64. ഒന്നും കൂടെ പറയാം. വലതുവശം കിടക്കുന്ന 15ൻ്റെ സ്ക്വയർ ആണോ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന y ഡിവൈഡ് ബൈ എന്നുള്ള സംഖ്യ, അതായത് 15ൻ്റെ സ്ക്വയർ 25. അങ്ങനെ വരുന്നത് അങ്ങനത്തെ ചോദ്യമേ PSC ചോദിക്കത്തുള്ളൂ. നമുക്ക് ഷോർട്ട് കട്ട് തരുന്ന രീതിയിലായിരിക്കും PSC ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നോക്കുക. വലതുവശം കിടക്കുന്ന ഫ്രാക്ഷൻ എടുക്കുക, ന്യൂമറേറ്ററിൽ കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ മൈനസ് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സംഖ്യയുടെ സ്ക്വയർ. 17ൻ്റെ സ്ക്വയർ മൈനസ് 15ൻ്റെ സ്ക്വയർ, 289 മൈനസ് 225, 64 ഉത്തരം. സോ സിമ്പിൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ 30 ഒറ്റ സംഖ്യയുള്ള തുകയും അടുത്ത 30 ഒറ്റ സംഖ്യയുള്ള തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഒന്നും കൂടെ. ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെയും തുകയും അടുത്ത 30 ഒറ്റ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ക്വസ്റ്റ്യനിൽ ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് നമ്പേഴ്സിൻ്റെ തുക ചോദിക്കുമ്പോൾ ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് കാര്യം തീർക്കാം. 2 × n². ആ ഒറ്റ ഇക്വേഷൻ മതി നമുക്ക്. ഇവിടെ n എന്താണ്? നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് 30 അത് n എടുക്കുക. 30ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900. 900 × 2, 2n² അല്ലേ? 2 × 30 × 30, 1800. ഒറ്റയടിക്ക് സിമ്പിൾ ആൻസർ. ഒന്നും കൂടെ പറയാം. ഒറ്റ സംഖ്യയുള്ള തുകയും അടുത്ത 30 പർട്ടിക്കുലർ, അതായത് ഇന്ന എക്സ് ഒറ്റ സംഖ്യയുള്ള തുക, ഇവിടെ 30. ആദ്യത്തെ 30 ഒറ്റ സംഖ്യയുള്ള തുകയും അടുത്ത 30 ഒറ്റ സംഖ്യയുള്ള തുകയും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ള ചോദ്യത്തിന് നമ്മൾ 2n² എന്ന ഫോർമുല ഇപ്പം തന്നെ പഠിച്ചു. 2n², ഇതാണ് ഫോർമുല. ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യ.